പ്രിയപ്പെട്ടവരെ നമസ്കാരം. പുതിയൊരു കൊട്ടിയൂർ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് കൊട്ടിയൂരിലുള്ള വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ പ്രവേശനം കഴിഞ്ഞു. ഉച്ചയോട് കൂടിയിട്ട് സ്ത്രീകളും ഗജവീരന്മാരും എല്ലാവരും അടങ്ങുന്ന ഒരു സങ്കടകരമായ ഒരു കാഴ്ചയായിരുന്നു ഇന്ന്. ഇനി അടുത്ത വർഷം മാത്രമേ അവർക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശനമുള്ളൂ. ഇക്കരെ കൊട്ടിയൂരിലുണ്ട്. ഇക്കരെ കൊട്ടിയൂരിൽ ഏത് സമയത്ത് വേണമെങ്കിലും പോകാം. ഇനി ഉത്സവം കഴിഞ്ഞാലും ഇക്കരെ കൊട്ടിയൂരിൽ ഭക്തജനങ്ങളെല്ലാം വരുന്നതാണ്. അപ്പോഴതൊന്നും കുഴപ്പമില്ല. പക്ഷേ അക്കരെ കൊട്ടിയൂരിലേക്ക് ഇനി സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അവിടെ ഇനി ഉണ്ടാകുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ സമുദായത്തിൽപ്പെട്ട ചില സ്ത്രീകൾ മാത്രം ഉണ്ടാകും. അത് അവരുടെ അവകാശമാണ്. അവരവിടെ ഈ ഉത്സവം കഴിയുന്നത് വരെ ഉണ്ടാകും. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറിച്യ സമുദായത്തിലൊക്കെ പെട്ട ചില സ്ത്രീകളൊക്കെ അവിടെ ഉണ്ടാകും. വേറെ ഒരു സ്ത്രീകൾ പോലും ഇനി അവിടെ ഉണ്ടാവില്ല. പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാത്രി ഒരു പ്രത്യേകതയുള്ള ദിവസം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ മകം കലം വരവ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഒരു വലിയൊരു ചടങ്ങാണത്. ആ ഒരു ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും അത് കാണാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തോടു കൂടിയിട്ട് അവിടുത്തെ ലൈറ്റും കാര്യങ്ങളെല്ലാം ഓഫായി അതിനുശേഷമാണ് ഈ കലം വന്നത്. അപ്പോൾ ഈ കലം വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്മാർ പോലും നോക്കാൻ പാടില്ല. അതായത് അവിടെ ഈ പ്രസാദം കൊടുക്കുന്ന നമ്പൂതിരി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞു നിന്നിട്ടാണ് കൊടുക്കുന്നത്. അത്രത്തോളം ഒരു എന്താ പറയുക നിഗൂഢതയിലുള്ള ഒരു പൂജയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് അവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് അവിടെ ഭക്തർക്ക് ആർക്കും പ്രവേശനമില്ല. പിന്നെ എല്ലാവരും എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ കയ്യാലയുടെ ഉള്ളിലായിരിക്കും. ഈ പൂജ കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് ഭക്തർക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. അതുമാത്രവുമല്ല, ഈ കലം പോകുമ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഭക്തിയോട് കൂടിയിട്ട് അങ്ങോട്ട് നോക്കാൻ പാടില്ല. ലൈറ്റെല്ലാം ഓഫ് ചെയ്യും. അവരുടെ മുന്നിൽ പെടാൻ പാടില്ല എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോഴും ഏകദേശം 10 മണിയായി. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഏകദേശം കലം അവിടെ എത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഈ കലം കിട്ടുന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കലം കൊണ്ടുവരുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൂര് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള നല്ലൂരാന്മാർ എന്നാണ് അവരെ പറയുന്നത്. അതായത് അവർ തന്നെയാണ് ഈ കലം ഉണ്ടാക്കുന്നതും. അത് ഭക്തിയോട് കൂടിയിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ വ്രതത്തോട് കൂടിയിട്ടാണ് ഈ കലം ഉണ്ടാക്കി അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇന്നത്തെ ആ ചടങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ചെറിയൊരു എന്താ പറയുക ഒരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് അവർ കലം എല്ലാം റെഡിയാക്കിയിട്ട് ഇന്ന് പുറപ്പെട്ടത്. കാൽനടയായിട്ടാണ് പുറപ്പെടുന്നത്. ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-25 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ അമ്പലത്തിൽ എത്താനാകും, കൊട്ടിയൂർ അമ്പലത്തിൽ എത്താനാകുമ്പോഴാണ് ഇവർ പ്രത്യേക രീതിയിലുള്ള ഡ്രസ്സൊക്കെ ധരിക്കും. അതായത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഉപേക്ഷിക്കുകയും പിന്നീട് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു പ്രത്യേക രീതിയിലാണ് പിന്നെ അവർ പോകുന്നത്. ആ പോക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയപ്പെടുത്തുന്നതാണ്. ഭയങ്കര ഭയം ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലെയുള്ള ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാണ് അവരിന്ന് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തൊന്നും ഇതാരും കാണൂല. അതായത് പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ വൈദ്യുതി ഇല്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും ഈ കലം കൊണ്ടുപോകുന്നത് നോക്കാൻ നിൽക്കൂല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാരും കാണാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു നിഗൂഢമായിട്ടുള്ള ഒരു പൂജയും കാര്യങ്ങളൊക്കെയാണ് ഇനി അവിടെ നടക്കാൻ പോകുന്നത്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് നടക്കുന്നത്, എന്താണ് സ്ഥിതി എന്ന് ഒരു ഭക്തജനങ്ങൾക്ക് പോലും അറിവുണ്ടാവില്ല. അവിടെ നിൽക്കുന്നവർക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവുണ്ടാവില്ല. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യാലയുടെ ഉള്ളിലായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു പൂജയും കാര്യങ്ങളൊക്കെയാണ് ഇന്നവിടെ നടക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ആ കലവും കൊണ്ടാണ് നല്ലൂരാന്മാർ, നല്ലൂർ എന്ന് പറയുന്ന ഗ്രാമം. അതെന്ന് പറഞ്ഞ് നിങ്ങൾക്കെല്ലാം അറിയോന്നറിയില്ല, മൃദംഗ ശൈലേശ്വരി ക്ഷേത്രമുണ്ട്. അതിനടുത്താണ് ഈ നല്ലൂർ ഗ്രാമം വരുന്നത്. അവിടെ വെച്ചിട്ടാണ് ഇവർ കലവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പനയോലയിൽ കെട്ടിയിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു ദിവസത്തേക്കില്ല 12 ആൾക്കാരാണ് ഈ കലവുമായിട്ട് പോകുന്നത്. പിന്നെ അവരുടെ കൂടെ തന്നെ എന്ന് പറഞ്ഞാൽ 2-3 ഊരാളന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് ഈ ഒരു സംഘത്തിലുണ്ടാവുക. അവരവിടെ നിന്നും അതായത് ഈ കലം കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഈ കലം നിർമ്മിക്കുന്ന ഇതെല്ലാം കെട്ടി റെഡിയാക്കിയതിന് ശേഷം അവർക്ക് അവിടെ ഒരു ഊണ് കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്. ആ ഊണ് കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഒരാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേർ അരിഞ്ഞ ചോറാണ് കൊടുക്കുക എന്നാണ് പറയുന്നത്. അതിൽ ഈ ചക്കക്കുരു പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളരിക്ക, കായ ഇങ്ങനെയുള്ള സാധനം മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അല്ലാതെ ഉള്ളിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ മസാലയായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മുളക് പൊടിയും മല്ലിപ്പൊടിയില്ല മുളക് പൊടിയും പിന്നെ എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടിയും മാത്രമാണ്. പിന്നെ കല്ലുപ്പിടും. ഇങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ചോറ് ഒരു കൂമ്പാന ചോറ് ഓരോരോ ആൾക്കാർക്ക് വിളമ്പും. അത് ഉണ്ണാൻ കഴിയില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണെന്ന്. അതായത് ഇതിങ്ങനെ വിളമ്പി വെച്ച് ആ ഒരു പാത്രങ്ങളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ ഉടച്ച് കളയും. അതായത് അവർ വിളമ്പിയ ആ പാത്രങ്ങൾ, ആ ഒരു മൺകലം ഇതെല്ലാം പിന്നെ എറിഞ്ഞുടച്ചതിന് ശേഷം അവർ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവവിളി വരും.
അത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓടിപ്പോയി, പിന്നീട് എന്ന് പറഞ്ഞാൽ അവിടെ മുങ്ങുന്നു, മുങ്ങിക്കഴിഞ്ഞ് തിരിച്ചു വരുന്നു, തിരിച്ചു വന്നിട്ട് കലവും എടുത്ത് അവിടെ നിന്നും പിന്നീട് ഓട്ടമാണ്. പിന്നീട് അവിടെ ഒരു പ്രത്യേക ശബ്ദത്തോടു കൂടിയുള്ള ഓട്ടമാണ്. അതൊരു പ്രത്യേക ഒരു അനുഭൂതി തന്നെയാണ് അത് കാണുമ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നീട് പിന്നെ അവിടെ നിന്നും വിട്ട് കഴിഞ്ഞാൽ കാക്കയങ്ങാട് എന്ന് പറഞ്ഞൊരു ടൗണിൽ അവിടെ ഒരു ചെറിയൊരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത്. അപ്പോൾ സന്ധ്യയോട് കൂടിയിട്ടാണ് ഈ കലത്തിൻ്റെ ഈ ഒരു 10-14 ആൾക്കാർ അവിടെ എത്തുന്നത്. അവിടെ ഒരു വനപ്രദേശത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ട് അവരവിടെ കാത്തിരിക്കും. അതിനുശേഷം അവർക്ക് അവിടെ നിന്നൊരു മുഹൂർത്തമായി കഴിഞ്ഞാൽ അവർ പോകും. ആ പോകുന്ന വഴിയിൽ അവർക്ക് കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റുകളെല്ലാം അണച്ച് ഇലക്ട്രിസിറ്റി അവരൊക്കെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിൽ ലൈറ്റെല്ലാം അണക്കും. അത് കഴിഞ്ഞതിന് ശേഷം അവർ പോയതിന് ശേഷം മാത്രമാണ് അവിടെ പിന്നീട് ലൈറ്റ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നിവിടെ നടക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ, തണ്ടർ ബോൾട്ട് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിക്കാർ ആരെങ്കിലും വരുന്നുണ്ടോ, വണ്ടിക്കാർ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവർ മുന്നിലെത്തിക്കഴിഞ്ഞാൽ ആ വണ്ടി ഓഫ് ചെയ്ത് അവിടെ ഇരിക്കുക, അല്ലാതെ അവരുടെ പിന്നെ മുഖത്തേക്ക് ലൈറ്റ് അടിക്കാനൊന്നും പാടില്ല. അതായത് ഒരു മനുഷ്യന്മാർ പോലും ഇത് കാണാൻ പറ്റാത്ത ഒരു പൂജയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു കൊട്ടിയൂരിലുള്ള നാനാവിധത്തിലുള്ള ആൾക്കാരും ഇത് സഹകരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കും ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ പല തരത്തിലുള്ള ആൾക്കാരുണ്ടാവില്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യൻ സമൂഹമുണ്ട്, അതുപോലെ തന്നെ മുസ്ലിമുകളുണ്ട്, പിന്നെ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ. അപ്പോൾ ഹിന്ദുക്കളുടെ ആചാരമാണെങ്കിലും അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും സഹകരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ നല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് കലവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുവട്ടത്ത് മുഴുവൻ തന്നെ മുസ്ലിംസാണ്. പക്ഷേ അവരൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നോക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല. അത്രത്തോളം ആ ഒരു എന്താ പറയുക ഈ ഒരു പരിഭാവനമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ആരും വരികയോ അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കുകയോ ഒന്നും ചെയ്യില്ല. അങ്ങനെയാണ് ഈ കലം വരവ്. അപ്പോൾ ഈ കലത്തിൽ ഒരുപാട് ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതലൊക്കെ അറിയണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിന് മുമ്പും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല സ്ഥലങ്ങളിൽ നിന്നും ഇത് കാണുന്ന ആൾക്കാരുണ്ടാകും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇനി അടുത്ത പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് വരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി, ഒരു മെസ്സേജ് അയച്ചാൽ മതി ഇതിൻ്റെ അകത്ത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമും ഇതൊക്കെ തരാം, അതിൻ്റെ അകത്ത് മെസ്സേജ് അയച്ചാൽ മതി. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഇതെല്ലാം കാണണമെന്നുണ്ട്, പക്ഷെ അവർക്ക് എത്തിപ്പെടാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവരുണ്ടാകും, അതുപോലെ എറണാകുളത്ത് നിന്ന് വരുന്നവരുണ്ടാകും. അപ്പോൾ കണ്ണൂർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പോവുക? അപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, തെയ്യം കാണാനായാലും എല്ലാത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണൂർ, കാസർഗോഡ്, അതുപോലെ തന്നെ കോഴിക്കോട്, ഈ 3 ജില്ലകളിൽ ഏത് തീർത്ഥാടന കേന്ദ്രത്തിൽ പോകണമെങ്കിലും അതുപോലെ തന്നെ എവിടെയെങ്കിലും തെയ്യങ്ങളുണ്ടെങ്കിലും ഞാൻ അറിയിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിൽ കാണാൻ കഴിയും. അതാണ് പറയുന്നത്. അപ്പോൾ എന്നെ വേഗം കോൺടാക്റ്റ് ചെയ്തോട്ടാ, ഒന്നും നോക്കണ്ട. പിന്നെ നമ്മുടെ പഴയ പിന്നെ കൊട്ടിയൂരിൻ്റെ തന്നെ മറ്റു പല വീഡിയോസ് ഉണ്ട്, അതൊക്കെ എടുത്ത് കാണുക. നന്ദി, നമസ്കാരം.